ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾ മിസ്സിൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻസ് പോയിന്റ്സ് ഒക്കെ മിസ് പറയുന്നത് പോലെ നോട്ട് ചെയ്ത് പഠിക്കുക. അത് ആൻസർ എഴുതുമ്പോൾ കറക്റ്റായി താഴെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഡെഫിനിഷൻസും അതൊക്കെ ബോക്സിലാക്കുക. പോയിന്റ്സ് ഒക്കെ താഴെ എഴുതുക. അതിന് പറ്റിയൊരു നമ്മൾ പേപ്പറാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രത്തോളം നമ്മൾ ഓരോ പാർട്ട് കഴിയുമ്പോൾ ഓരോ പാർട്ടിലും വ്യത്യസ്തങ്ങളായ പോയിന്റ്സും ഡെഫിനിഷൻസ് ഒക്കെ വേറെ തന്നെ മിസ് ബോർഡിൽ ചെയ്യുന്നുണ്ട്. പറ്റുന്നവർ അത് എന്ത് ചെയ്തെടുക്കുക, ജസ്റ്റ് നോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് CBDM ആൻഡ് ഓർഗനൈസേഷൻ, ഡെഫിനിഷൻസ് ഓഫ് CBDM ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് CBDM ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ CBDM ആൻഡ് അപ്രോച്ച്. എന്താണ് CBDM? കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെയാണ് CBDM എന്ന് പറയുന്നത്. C ഫോർ കമ്മ്യൂണിറ്റി, B ഫോർ ബേസ്ഡ്, D ഫോർ ഡിസാസ്റ്റർ, M ഫോർ മാനേജ്മെൻറ്റ്. CBDM. ഓക്കെ, ഈ CBDM കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, നമുക്കറിയാം കമ്മ്യൂണിറ്റി ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഫാക്ടർ എന്ത് തന്നെയാണ്? കമ്മ്യൂണിറ്റി തന്നെയാണ് അല്ലേ. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ജനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു സൊസൈറ്റി അല്ലേ. അത് സൊസൈറ്റി, ജനങ്ങളുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ ഓരോ ജനങ്ങൾ തന്നെയാണ്, സൊസൈറ്റി തന്നെയാണ് എന്ത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബേസ് ചെയ്തുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നിങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ഡിസാസ്റ്റർ ഇല്ലാതിരിക്കാൻ, ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇൻട്രൊഡക്ഷൻ, ദെൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷനെ പറ്റി പഠിക്കാം, ഡെഫിനിഷൻസ് ഓഫ് CBDM പഠിക്കാനുണ്ട്, ദെൻ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് CBDM പഠിക്കാനുണ്ട്, കപ്പാസിറ്റി ഓഫ് CBDM. ഇതൊക്കെ എന്താണ്? CBDMനെ പറ്റി മൊത്തം പഠിക്കാനൊരു ചാപ്റ്ററാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇത് എക്സാമിന് അത്യാവശ്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മിസ് ഇവിടെ വേറെ തന്നെ എഴുതരാം, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ വെരി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ നമുക്ക് ടൂൾസ് പഠിക്കാം. എന്തൊക്കെ ടൂൾസാണ്? ടൂൾസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ദെൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ, കൺക്ലൂഷൻ ഒക്കെ നമുക്ക് നോക്കാം. റെഫറൻസ്, കീ ക്വസ്റ്റ്യൻസ്, എക്സ്പ്ലനേഷൻ ഓഫ് കൺസെപ്റ്റ് പഠിക്കാനുണ്ട്, എക്സ്പ്ലനേഷൻ പഠിക്കാനുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ അപ്രോച്ച് പഠിക്കാനുണ്ട്, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ മിസ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വായിക്കുകയാണ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് ബോട്ടൺ അപ്രോച്ച് ഇൻ ഡീലിംഗ് വിത്ത് ദ ഡിസാസ്റ്റർ സിറ്റുവേഷൻ. ഇൻ ഇനീഷ്യൽ ഇയേഴ്സ് ഓഫ് ദ അപ്രോച്ച് വാസ് resorted into dealing with a disaster situation which mostly attempted to command and control measures to neglected participate affected population, both policy making implementation. Such approach make the disaster response, okay, disaster response and rehabilitation measures ineffective മെഷർമെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്? കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് ദ ബോട്ടൺ അപ്രോച്ച് ഇൻ ഡീലിംഗ് വിത്ത് ദ ഡിസാസ്റ്റർ സിറ്റുവേഷൻ. ഓക്കെ, അതായത് ഡിസാസ്റ്റർ സിറ്റുവേഷൻ, നമ്മൾക്ക് ദുരന്തമുണ്ടാകുന്ന സാഹചര്യം, അതായത് എന്തൊക്കെയാണ് ആ സാഹചര്യത്തെപ്പറ്റി മാനേജ് ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റി അതിനെങ്ങനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം, എന്തിനെ ഡീലിംഗ് വിത്ത് ദ ഡിസാസ്റ്റർ സിറ്റുവേഷൻ, ആ ഒരു ദുരന്ത മുഖം അല്ലെങ്കിൽ ആ ദുരന്ത സാഹചര്യം വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, next in this unit you will be introduced to the concept of community based management, concept of CB. Okay, concept of community based disaster management. Concept എന്താണ്? എന്ത് കൺസെപ്റ്റ് ആണുള്ളത്? ഇറ്റ് ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് കവർ സച്ച് ആൻ ഹസാർഡ് ആൻഡ് റിസ്ക് ആൻഡ് കപ്പാസിറ്റി അസസ്മെൻറ്റ്. അതായത് ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ആപത്ത് എന്നൊക്കെ അർത്ഥമല്ലേ. എന്തെങ്കിലും ആപത്തോ ഭീഷണിയോ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിസ്ക് ആൻഡ് കപ്പാസിറ്റി മാനേജ്മെൻറ്റിലേക്കാണ് പോകേണ്ടത്. കാരണം അത് നമ്മൾ അതിനെ ഓവർകം ചെയ്യാനുള്ള മനസ്സുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സുകൊണ്ടല്ല, പ്രാക്ടിക്കലി ആൻഡ് ഫിസിക്കലി നമ്മൾ റിസ്ക് ഏറ്റെടുക്കേണ്ടി വരും. പിന്നെ എന്ത് വേണം? നമുക്ക് കപ്പാസിറ്റി ഓഫ് മൈൻഡ്, മനസ്സിൽ നല്ല ധൈര്യം വേണം. ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? കാരണം നമ്മളെപ്പോഴും പറയുന്ന എക്സാമ്പിൾ, നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, ഇനി ഇങ്ങനത്തെ ഡിസാസ്റ്ററൊന്നും ദുരന്തങ്ങളൊന്നും ഇനി ഭാവിയിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാനുള്ളത് ചൂരൽമല, ആ ഒരു മണ്ണിടിച്ചിലിലെ ഉരുൾപൊട്ടൽ എന്നൊക്കെ പറയാം.
അതിൽ റിസ്ക് ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം അതിലിപ്പോൾ ആ ഒരു എക്സാമ്പിൾ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീൻസ് അതെന്താണ്, ഭയങ്കര റിസ്ക് ഏറ്റെടുത്ത സംഭവമാണ്. ആൻഡ് ദ കപ്പാസിറ്റി ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്. കാരണം ഒലിച്ചു പോകുമ്പോൾ ഒരു കുട്ടീൻ്റെ വീഡിയോ നമ്മൾ കണ്ടിട്ട്, വീട് ഒലിച്ചു പോകുമ്പോൾ തൂണിൽ കിടന്നിട്ട് അതിൻ്റെ ബാക്കി ഇങ്ങനെ ഒലിച്ച്, കുട്ടിയുടെ അനിയത്തിയും അച്ഛൻ അമ്മയൊക്കെ ഒലിച്ചിങ്ങനെ വരുമ്പോൾ അവരെ പിടിച്ചിട്ട് ആ കുട്ടി അവിടെ തടഞ്ഞു വെക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അവരെ രക്ഷപ്പെടുത്തുന്നതും പലരും വാർപ്പിൻ്റെ മുകളിലേക്കും സൺഷെയ്ഡിലും അതിൻ്റെ മുകളിലേക്കൊക്കെ കയറി പിടിച്ച് നിൽക്കുന്നതും അങ്ങനെയുള്ള കുറേ വീഡിയോ ഇതൊക്കെ നമ്മൾ അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, മെൻ്റൽ കപ്പാസിറ്റിയാണ് അല്ലേ, മാനസിക ധൈര്യം. കാരണം നമുക്ക് ജീവിച്ചേ പറ്റും. പലർക്കും എന്ത് ചെയ്യാൻ പറ്റും, പിടുത്തൊന്നും കിട്ടിയില്ലെങ്കിൽ അവർ ഒലിച്ചു പോയവരാണ് അധികവും. പക്ഷേ എന്തോ മനോധൈര്യത്തിലൊരു പിടുത്തം, ലാസ്റ്റ് ഒരു പിടുത്തം കിട്ടുമ്പോൾ അത് പിടിച്ച് രക്ഷപ്പെടുന്നത്, അതാണ് മനോധൈര്യം അല്ലെ, റിസ്ക്. അത് റിസ്ക്കുമാണ്, കപ്പാസിറ്റി ഓഫ് മൈൻഡും ആണ്. രണ്ടും കൂടി ചേരുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റൂ, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു ഘടകമാണെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഹൈലൈറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് difference between the traditional approach and CBM. The unit covers the institutional framework related to beside emphasize the planning measures of considered the pre, during, the post disaster phase. അതായത് ഈ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമ്മൾ എന്തും കൂടി ഇൻക്ലൂഡഡ് ആണ്. കഴിഞ്ഞു പോയ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിൽ നമ്മുടെ ഹിസ്റ്റോറിയൻസ് അതിജീവിച്ച വെല്ലുവിളികൾ. നമ്മുടെ പണ്ടത്തെ ഹിസ്റ്റോറിയൻസൊക്കെ കൃഷിയൊക്കെ നദിയുടെ കരയിലൊക്കെ കൃഷി ചെയ്തൊരു കാലഘട്ടം. ആ സമയത്ത് വെള്ളപ്പൊക്കം വന്ന് എത്രയോ കൃഷി നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവരെന്തായിരുന്നു ചെയ്തിരുന്നത്, അവരവിടെ സേവ് ചെയ്യാൻ ഇവരെന്ത് ചെയ്തിരുന്നു എന്നത് അനലൈസ് ചെയ്യുന്നതും ഈ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഓക്കെ, ദ കമ്മ്യൂണിറ്റി കോംപ്രമൈസിങ് ദ പീപ്പിൾ ഓഫ് ലെവൽ ആർ ഡയറക്റ്റ് സഫേഴ്സ് ഓഫ് ദ ഡിസാസ്റ്റർ. അതായത് എന്താണ്, നമ്മുടെ ലോക്കൽ ലെവൽ ആർ ഡയറക്റ്റ് സഫേഴ്സ് ഓഫ് ഇത് കമ്മ്യൂണിറ്റി കോംപ്രമൈസ് ചെയ്ത് പോകും. അതായത് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ജനങ്ങൾ ഇങ്ങനത്തെ ഡിസാസ്റ്റർ വരുമ്പം അവരെന്താണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് എന്താവുന്നു, സഫറേഴ്സ് ഓഫ് ദ ഡിസാസ്റ്റർ. സഫർ ചെയ്യുക അല്ലേ, സഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിഷമിക്കുക, അതിൽ വിഷമിച്ച, അതായത് രക്തസാക്ഷികൾ എന്നൊക്കെ പറയില്ലേ, അവരതിലെന്താണ്, അവരതിൽ പെട്ടുപോയി അനുഭവിച്ചവരാണ്. ആ വിഷമം അനുഭവിച്ച ലോക്കൽ പീപ്പിൾസൊന്നും നോളജ് എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റ് ഡിസാസ്റ്റർ എങ്ങനെ മാനേജ് ചെയ്യാം. കമ്മ്യൂണിറ്റിയിൽ ലോക്കലിൽ താമസിക്കുന്ന ജനങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം കൊണ്ടല്ലേ എന്ത് ചെയ്യിപ്പിക്കണം, മുന്നോട്ടിന് എന്തിങ്ങനെ പോകണം, മുൻകരുതലുകൾ എന്തെല്ലാം ചെയ്യും, നിങ്ങൾ എന്താണ് അനുഭവിച്ചത്, ഇങ്ങനെ ചെയ്തിട്ടല്ലേ, അങ്ങനെ പല ഡിസ്കസും ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലാനും അവിടെ ഒരു ബേസ്ഡ് എന്ത് ചെയ്യാൻ പറ്റൂ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. Community members are first people become honor, and community has lot of laws of they do not address in their own locality. അതായത് കമ്മ്യൂണിറ്റിയിലുള്ള ജനങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടവരായിരിക്കും. ജനങ്ങൾക്ക് സഹനശക്തി കൊണ്ടും മനോധൈര്യം കൊണ്ടും മാത്രം മുന്നോട്ട് അതിജീവിച്ച് പോകുന്ന ആളുകളായിരിക്കും അതിജീവനം. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായിരിക്കും, ഇനി ഇങ്ങനെ വരാതിരിക്കാൻ, അവർക്ക് നഷ്ടപ്പെട്ടു പോയത് എത്രയോ ജീവനുകൾ, സ്വന്തം അച്ഛൻ അമ്മ പോലെ അപ്പം ഇനിയെങ്കിലും അങ്ങനെ അനാഥരില്ലാതിരിക്കാൻ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളില്ലാതിരിക്കാൻ എന്നൊരു പ്രാർത്ഥന അവർക്കുണ്ടാവും. അതിൽ നിന്നുള്ള ഒരു അഭിപ്രായമാണ് എന്തിലേക്ക് പോകുന്നത്, കമ്മ്യൂണിറ്റി ബേസ്ഡ്, കമ്മ്യൂണിറ്റിയിലുള്ള അനുഭവിച്ച ഡിസാസ്റ്ററിൻ്റെ ആ ഒരു സൈഡ് ഇഫക്റ്റ് അനുഭവിച്ചവരുടെ അനുഭവങ്ങളിൽ നിന്നും വരുന്ന ഓരോരോ എക്സ്പീരിയൻസ് ആണ് എന്തിലേക്ക് വരുന്നത്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ അങ്ങനെ ഡിസാസ്റ്റർ എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാൻ പറ്റും, അല്ലെങ്കിൽ വരാതിരിപ്പിക്കാൻ പറ്റും, മുൻകരുതലുകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. പ്രിൻസിപ്പിൾസും ഡെഫിനേഷൻസും ഓർഗനൈസേഷനും പലതരം ഓർഗനൈസേഷൻ ഇതിൽ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട് സംഭവങ്ങളുണ്ട്. അതായത് ഇൻ ഹാൻഡിങ് ഡിസാസ്റ്റർ കമ്മ്യൂണിറ്റീസ് വുഡ് ദാൻ എ ഫ്രെയിംവർക്ക് വിച്ച് ഹാസ് community benefit because of various reasons included for vulnerable capacity of community, innate ability of community to understand local needs. അതായത് ഒരു various advantages with their efforts of moving together, organized efforts of community more beneficial. അതായത് ഒരു കമ്മ്യൂണിറ്റി അതാണ് പറഞ്ഞ ഓർഗനൈസേഷൻ കൊണ്ട്, അത് സംഘടനാ രൂപീകരണം, അത് കോർഡിനേഷൻ കൊണ്ട് അവർക്കുണ്ടായ നേട്ടങ്ങളെ പറ്റി എക്സാമ്പിൾ ആൻഡ് കപ്പാസിറ്റി ഓഫ് കമ്മ്യൂണിറ്റി. എന്തൊക്കെയാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഇന്നേറ്റ് എബിലിറ്റി ടു കമ്മ്യൂണിറ്റി അണ്ടർസ്റ്റാൻഡ് ലോക്കൽ നീഡ്സ്. അവർക്കറിയാം ലോക്കൽ എന്തൊക്കെയാണ് ഇവിടെ ആവശ്യങ്ങൾ,
അനുഭവിച്ച ദുരന്തങ്ങൾ അനുഭവിച്ചവർക്ക് എന്തൊക്കെ അറിയാം, ഇവിടെ ഇനി എന്തൊക്കെ വേണം എന്ന് അവർക്കേ അറിയാൻ പറ്റും. ആൻഡ് ഇൻക്രീസ്ഡ് അവയർനെസ് ഓഫ് ദ മോസ്റ്റ് സെക്ഷൻ ഓഫ് ദെയർ കമ്മ്യൂണിറ്റി. അതായത് അനുഭവിച്ചവർ തന്നെ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ അറിവ് ഇങ്ങനെയാണ് ഞങ്ങൾ അനുഭവിച്ചതാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഇൻക്രീസ്ഡ് അവയർനെസ് മോസ്റ്റ് സെക്ഷൻ ഓഫ് ദെയർ അവയർനെസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആൻഡ് ബിൽറ്റ് ഇൻ ക്രെഡിബിലിറ്റി വിത്ത് ദ ലോക്കൽ മെമ്പേഴ്സ്. ലോക്കൽ മെമ്പേഴ്സ് ഇൻ ദി ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആസ് എ റിമോട്ട് സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് ജനറേറ്റ് ഇൻറ്റൻഷൻ വിത്ത് ഗവൺമെൻറ് ഓഫീഷ്യൽസിൽ ഗവൺമെൻറ് ഓഫീഷ്യൽസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചെടുക്കാൻ പറ്റും. പവർ ഓഫ് പെർsuasion ആൻഡ് കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസ് ആൻഡ് എബിലിറ്റി ടു മേക്ക് ഡിസിഷൻ ഔട്ട് ഗവൺമെൻറ് പ്രോസസ്സ്. ഗവൺമെൻറ് ഇവർക്ക് എങ്ങനെയൊക്കെ കൺസെഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരോട് സഹവർത്തിത്വത്തോടെ മുന്നോട്ട് പോയി സംസാരിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ആർക്കുണ്ടാവും, ഈ ഇൻഡിജീനിയസ് എന്ന് പറഞ്ഞാൽ തദ്ദേശവാസികൾക്ക് ഉണ്ടാവും. ഓക്കെ, ദെൻ ഡെഫിനിഷൻസ് ഓഫ് CBD. എന്താ ഡെഫിനിഷൻ? അതായത് Asian Disaster Preparedness of in 2004 defines community-based disaster management is an approach that seeks to actively engage and risk communities in the identification, analysis, implementation and monitoring and evaluation of disaster risk in order to reduce their enhance of their capacities. അല്ലേ, അത് ഏത് പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളോട് ഇടപഴകി എന്തെങ്കിലും അഭിപ്രായങ്ങൾ വാങ്ങി അവരുടെ ഒരു ഒപ്പീനിയന് മുൻതൂക്കം നൽകി ക്ലൈമറ്റ് കണ്ടീഷനും എൻവയോൺമെൻറ്റലും ട്രഡീഷണൽ നോളജ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാം എന്നതാണ് എന്തിൻ്റെ ഡെഫിനേഷൻ? CBDM. അതായത് ഈ CBDM തന്നെയാണ് എന്ത്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ ഇതിൽ തന്നെ എന്തുണ്ട്, ആൻസർ ഉണ്ട്. കമ്മ്യൂണിറ്റിയോട് ചോദിച്ചിട്ട് കമ്മ്യൂണിറ്റിയുടെ ആ കപ്പാസിറ്റിയും കമ്മ്യൂണിറ്റിയുടെ കോർഡിനേഷനും കമ്മ്യൂണിറ്റി അനുഭവിച്ച സഫറിങ്സിൻ്റെയും അവരുടെ എക്സ്പീരിയൻസിൻ്റെയും അവരുടെ നോളജ്, അവർക്ക് എന്തൊക്കെ നോളജ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ നോളജ് ഉണ്ട്, നെക്സ്റ്റ് അവർക്ക് ട്രഡീഷണൽ നോളജ് ഉണ്ട്, എക്കണോമിക്കലി നോളജ് ഉണ്ട്. കാരണം ഓരോ നീഡ്സ് അവർക്ക് അവരുടെ സോയിൽസ്, അവരുടെ മണ്ണ് എങ്ങനെയൊക്കെ അവർക്ക് നീഡ് ചെയ്യാൻ പറ്റും, അവരുടെ മണ്ണ് എത്രത്തോളം യൂട്ടിലൈസ് ആക്കി മാറ്റാൻ പറ്റും എന്നൊക്കെ അവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഈ ഒരു കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പഠിക്കണമെങ്കിൽ അത് മൊത്തത്തിൽ പറയുന്ന ഡെഫിനേഷൻസ് ഓഫ് CBDM എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് ഈ ഒരു ഡെഫിനേഷൻ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം CBDM എന്ന് കണ്ടാൽ നിങ്ങൾ എഴുതാതെ പോകരുത്. കാരണം C for community, B for based, D for disaster and B for management. ഇതിൽ തന്നെ ആൻസർ ഉണ്ട്. നമുക്ക് നിങ്ങൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ പറ്റും, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഈ ഒരു ഹെഡിങ്ങിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. ഈ ആൻസർ തന്നെയാണ് എന്തിലും വരുന്നത്, ഡെഫിനേഷനിൽ വരുന്നത് അല്ലേ. ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു ഡെഫിനേഷൻ. ദെൻ പ്രിൻസിപ്പിൾസ് മീൻസ് പ്രിൻസിപ്പിളിന് എന്നാ പറഞ്ഞത്, ദ ഡിസാസ്റ്റർ പ്രിൻസിപ്പിൾ സെൻറ്റേഴ്സ് ഇൻ കമ്മ്യൂണിറ്റി disaster management is an approach that seeks to actively engage into community identification, analysis and implementation and monitoring and evaluation of Indian context. നമുക്കറിയാം ഇന്ത്യയിൽ മൊത്തത്തിൽ നാഷണൽ ലെവലിൽ നമ്മൾ പറഞ്ഞു, ഡിസ്ട്രിക്ട് ലെവലിൽ പറഞ്ഞു, ദെൻ ലോക്കൽ നിന്നാണ് നമ്മൾ എവിടേക്ക് വന്നത്, കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത് അല്ലേ. ആ ഒരു സംഭവങ്ങളും ഇതെല്ലാം ഇതിലെ പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ CBDM ആൻഡ് അപ്രോച്ച്. എന്താണ് CBDM തന്നെ അല്ലേ, നമ്മുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അപ്രോച്ച് ചെയ്യുന്നത്, അവരെ എങ്ങനെയാണ് അവരുടെ ഓരോ ആറ്റിറ്റ്യൂഡുകൾ, അവർ പറയുന്ന അഭിപ്രായങ്ങൾ, പിന്നെ ലോക്കലിൽ പോയിട്ട് താമസിച്ചുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത്, അവരുടെ സോയിലിൻ്റെ അവരുടെ എൻവയോൺമെൻറ്റൽ അറ്റ്മോസ്ഫിയറിനെ പറ്റി അവർക്കറിയുന്നത് എന്തൊക്കെയാണെന്നൊക്കെ ഓരോ അപ്രോച്ചുകളുണ്ട്. അവിടെ താമസിക്കുന്ന തദ്ദേശീയരായ ജനങ്ങൾ, ഇൻഡിജീനിയസ്, ആ വേർഡ് നിങ്ങൾ മറന്നു പോകരുത്. തദ്ദേശീയരായ ജനങ്ങളോട് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ തന്നെ മുന്നോട്ട് പോകുന്നത്, ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പാർട്ട് മുന്നോട്ട് പോകുന്നത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ അപ്രോച്ച് അല്ലേ, അവരുടെ ഡിഫറൻസ് ബിറ്റ്വീൻ CBDM, അതായത് മറ്റുള്ള ട്രഡീഷണൽ അപ്രോച്ചിനേക്കാളും അല്ലെങ്കിൽ അവിടെ ജനിച്ച് എല്ലാം അനുഭവിച്ച സഫർ ചെയ്ത കുറേ ആളുകളുണ്ട്, അവരുടെ ആ ഒരു അഭിപ്രായത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണ് ഈ ഒരു പാർട്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. മിസ് നേരത്തെ തന്നെ റിപ്പീറ്റ് ചെയ്തു, നന്നായി ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എഴുതിയെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാമിനോടനുബന്ധിച്ച് തന്നെ നെക്സ്റ്റ് പോയിന്റ് മിസ് ഇവിടെ എഴുതാം. ഓക്കെ,
റിസ്ക് അസസ്മെൻറ്റ്. അതായത് CBDRA. ഓക്കെ, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് അസസ്മെൻറ്റ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് അസസ്മെൻറ്റ്. D for risk assessment.